നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ഈ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സാജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷനാണ് ഉള്ളിലുള്ള ആ പൂർണ്ണതയെ മാനിഫെസ്റ്റ് ചെയ്യുക. അതാണ് യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷനിലൂടെ നമ്മൾ നേടേണ്ടത്. അപ്പോൾ ഉള്ളിലുള്ള ആ പൂർണ്ണത അത് എല്ലായിടത്തും എപ്പോഴും ഉള്ളതാണ്. ഈശാവാസ്യം ഇതം സർവം എന്ന് പറയും. ഗോഡ് ഇസ് ഓൾ. ഒരു എനർജി പോലെ കരുതാം. ആ എനർജിയെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് വേണ്ട രീതിയിൽ വേണ്ട ബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ ഉപയോഗിക്കാൻ പഠിക്കണം. അവിടെയാണ് എഡ്യൂക്കേഷൻ. പല ചാലുകളിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തെ ഒരു ഡാം വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ നിന്നും ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നു. കാരണം ഫോക്കസ്ഡാണ്. നമ്മൾ പലതുള്ളി പെരുവെള്ളം എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഇലക്ട്രിക് എനർജിയെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിനെ ഒരു ചാലിലൂടെ കടത്തി വിട്ടിട്ട് വയറിലൂടെ നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ആ ഇലക്ട്രിസിറ്റി എത്തിക്കുന്നു. അപ്പോൾ എനർജിക്ക് ഒരു കണ്ടക്ടർ ആവശ്യമുണ്ട്. എങ്കിലേ അത് ശരിക്കുള്ള രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. കണ്ടക്ടർ ഇല്ലെങ്കിൽ അത് ലൈറ്റ്നിങ് പോലെ അത് മിന്നുന്നു. എത്രയോ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി വേസ്റ്റായി പോകുന്നു മിന്നിയിട്ട്. കാരണം അതിനൊരു കണ്ടക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. സോളാർ എനർജി എല്ലായിടത്തും ഉണ്ട്. ഒരു സോളാർ എനർജി ഹാർവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള പൂർണ്ണത, നമ്മൾ ജനിക്കുന്ന സമയത്ത് ആ ഇന്നസെൻസ് ഉണ്ട്, പൂർണ്ണ സ്നേഹമാണ്. കോൺഷ്യസ്നസ്സും ശരീരമായിട്ട് പൂർണ്ണമായിട്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് കുട്ടികൾ ഒരുപാട് നേരം ഉറങ്ങുന്നത് എന്നുള്ളത് കേട്ടിട്ടുണ്ട്. 20-22 മണിക്കൂറൊക്കെ ഉറങ്ങും. കാരണം ബോഡിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. ക്രമേണ ഞാൻ എന്നുള്ള ആ ഒരു ഫീലിംഗ് വരാൻ തുടങ്ങും. അഹംബോധം. നമ്മുടെ ന്യൂറോ സയൻസസിൽ റൈറ്റ് ഹെമിസ്ഫിയർ ലെഫ്റ്റ് ഹെമിസ്ഫിയർ എന്നുള്ള ഡിവിഷനുണ്ട്. റൈറ്റ് ഹെമിസ്ഫിയറിലൂടെ
ആ ഫ്ലോ ഉള്ളിലേക്ക് വരുന്നു. ലെഫ്റ്റ് ഹെമിസ്ഫിയറിലൂടെ നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു, വേണ്ട സ്ഥലത്ത് ഉപയോഗിക്കാൻ പഠിക്കുന്നു. ആണ് നമ്മുടെ ഈഗോ, അഹംബോധം എന്ന് പറയും, പേഴ്സണാലിറ്റി എന്നൊക്കെ പറയും. അതൊക്കെ ലെഫ്റ്റ് ഹെമിസ്ഫിയറിലൂടെയാണ്. നമുക്കൊരു കാര്യം കാണാനും അത് മനസ്സിലാക്കാനും അവിടെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനും അല്ലെങ്കിൽ കേൾക്കാനും. ഇന്ദ്രിയ തലത്തിൽ നമുക്ക് ഈ എനർജി നമുക്ക് ശരിക്കുള്ള രീതിയിൽ ഉപയോഗിക്കാൻ, അതിനു വേണ്ടിയിട്ടാണ് ഈ ഈഗോ. പക്ഷേ അത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ എനർജി ചിന്തിച്ചെതറി പോവുകയാണ്. നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള പേഴ്സണാലിറ്റീസ് ഓരോന്നോരോന്നായിട്ട് അതുവരെ ഒളിഞ്ഞു കിടക്കുകയായിരുന്നു. പെട്ടെന്ന് പൊന്തി വരാൻ തുടങ്ങുന്നു. അതിൽ ഓരോരുത്തരും അവരവരുടെ ഷെയർ ചോദിക്കാൻ തുടങ്ങുന്നു. പുരാണങ്ങളിൽ ദേവന്മാർ എന്ന് പറയുന്നു. അപ്പോൾ എനിക്കുള്ള ഷെയർ, നമ്മളൊരു ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ എത്രയോ ദേവന്മാരുണ്ട്, ഓരോരുത്തർക്കും അവരവരുടെ ഷെയർ കൊടുക്കണം, ഇല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരും. അതുപോലെ തന്നെ ഫാമിലി വർഷിപ്പൊക്കെ ഉണ്ട്, അവർക്ക് ഷെയർ കൊടുത്തില്ലെങ്കിൽ അവർ ദേഷ്യം വരും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കുടുംബദേവത, പരദേവത, പിന്നെ വേറെ ദേവതമാർ, അത് നമ്മുടെ പേഴ്സണാലിറ്റീസാണ്. ശരിക്കും നമ്മളതിന് കൊടുക്കുന്ന ശ്രദ്ധയാണ് അതിന് പവർ ഉണ്ടാക്കുന്നത്. ശരിക്കും നമ്മളാണ് അതിന് പവർ കൊടുക്കുന്നത്. എല്ലാത്തിനും പവർ കൊടുക്കുന്നത് ആ സ്നേഹമാണ്. സ്നേഹമില്ലെങ്കിൽ അതിന് പവറില്ല. സ്വർണത്തിന് പവർ വന്നത് എങ്ങനെയാണ്? മനുഷ്യനെ അതിനെ സ്നേഹിക്കുന്നു. നേരെ ഒരു നായ്ക്കും പൂച്ചയ്ക്കും പട്ടിക്കൊന്നും അല്ല ആനയ്ക്കൊന്നും അതിന് വിലയില്ല, വേറൊരു ജീവിക്ക് വിലയില്ല. സ്വർണത്തിന് വിലയുള്ളത് മനുഷ്യന് മാത്രം. നമ്മളൊരു 2000 രൂപയുടെ നോട്ട് അല്ലെങ്കിൽ 1000 രൂപയുടെ നോട്ട് അല്ലെങ്കിൽ 500 രൂപയുടെ നോട്ട് എന്തെങ്കിലും നോട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതാരാണ് എടുക്കുക? മനുഷ്യനെ എടുക്കുള്ളൂ. മറ്റുള്ള ജീവികൾക്കൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മളതിന് മൂല്യം കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ എന്തിനാണ് മൂല്യം കൊടുക്കേണ്ടത് എന്ന് പഠിക്കാനാണ് നമ്മൾ ശരിക്കും ഈ എഡ്യൂക്കേഷൻ. ഇപ്പോൾ ഒരു തരത്തിൽ എഡ്യൂക്കേഷൻ നമ്മളെ അറ്റൻറ്റീവ് ആക്കുന്നു. നമ്മുടെ ആ പൂർണ്ണതയെ ഫോക്കസ് ചെയ്യാൻ ഉള്ള ഈ ഈഗോ എന്നുള്ള ആ ലെൻസിനെ കേന്ദ്രീകൃതമാക്കുക എന്നുള്ളത്, സെൻറ്റേർഡ് ആക്കുക, എന്നിട്ട് വേണ്ട സ്ഥലത്ത് അത് ഉപയോഗിക്കാൻ പഠിക്കുക. അതിനാണ് അറ്റൻറ്റീവ്നെസ് ആണ്, അറ്റൻഷൻ. നമ്മൾ സ്കൂളുകളിൽ ബി അറ്റൻറ്റീവ് എന്ന് പറയും. എന്താണ് അറ്റൻറ്റീവ്നെസ് പറഞ്ഞാൽ? ഇതാണ് അറ്റൻറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അറ്റൻറ്റീവ്നെസ് ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ഗ്രഹിക്കാനും അത് ശരിക്കും ഉപയോഗിക്കാനും സാധിക്കും. നമ്മളതിനെ കോൺസെൻട്രേഷൻ എന്നും പറയുന്നു. കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്ന് പറയും. അർജുനൻ്റെ കഥയുണ്ട്. ദ്രോണാചാര്യർ തൻ്റെ ശിഷ്യന്മാരോടൊക്കെ പറയുകയാണ്, മരത്തിൻ്റെ മുകളിലുള്ള ഒരു ടോയ് പക്ഷിയുടെ കണ്ണിലേക്ക്, ഇടത്തേ കണ്ണിലേക്ക് അസ്ത്രം അയച്ചിട്ട് അതിനെ തകർക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഓരോരുത്തർ പറയാണ്, ദ്രോണാചാര്യ ചോദിക്കും എന്താ കാണുന്നത് ചോദിച്ചപ്പോൾ എല്ലാവരും പറയുന്നത് ഞാൻ ആകാശം കാണുന്നു, മരം കാണുന്നു. അപ്പോൾ പക്ഷിയെ കാണുന്നില്ല. ഞാൻ പക്ഷിനെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അസ്ത്രം ചെയ്യണ്ട, ശരിയാവില്ല. അർജുനോട് ചോദിച്ചപ്പോൾ അർജുനൻ പറഞ്ഞു ഞാൻ ഇടത്തേ കണ്ണ് കാണുന്നതാണ് പക്ഷിയുടെ, വേറെ ഒന്നും കാണുന്നില്ല. അപ്പോൾ നീ അസ്ത്രം ചെയ്യും. അതാണ് അറ്റൻറ്റീവ്നെസ്. അപ്പോൾ അതിനെ നമ്മൾ കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഉപയോഗിച്ച് ചെയ്യൂ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ശരി, കോൺസെൻട്രേഷനിൽ ഫോഴ്സ് പാടില്ല. സഹജമാർഗത്തിൽ നമ്മുടെ മാസ്റ്റേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് കോൺസെൻട്രേഷൻ മെഡിറ്റേഷനിലൂടെ സംഭവിക്കേണ്ട ഒരു കാര്യം. ധ്യാനത്തിലൂടെ, മെഡിറ്റേഷനല്ല ധ്യാനത്തിലൂടെ നമ്മുടെ ചിതറിക്കിടക്കുന്ന പേഴ്സണാലിറ്റീസിലേക്കുള്ള അറ്റൻഷൻ മാറിയിട്ട് ഒരു സ്ഥലത്തേക്ക് അറ്റൻറ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ അവരെല്ലാം നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എല്ലാ പേഴ്സണാലിറ്റീസും ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ആ പേഴ്സണാലിറ്റീസിൻ്റെ ചോയ്സസിനെ, ചിന്താഗതിയെ ശരിക്കുള്ള രീതിയിൽ കൊണ്ടുവരിക. ഇപ്പോൾ നമുക്കൊരു മീറ്റിംഗ് നടക്കുകയെന്ന് ആലോചിച്ച് പോകും. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ചിന്തിക്കാം. അവിടെയും ഇവിടെയും മാത്രം ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമരത്തെ ഒരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്തത് മഹാത്മാഗാന്ധിജിയാണ്. ഒരു നാഷണൽ മൂവ്മെൻ്റ് ആക്കി ശ്രദ്ധ തിരിച്ചു അദ്ദേഹം. അതിന് ചില മെത്തേഡ്സ് അദ്ദേഹം പറഞ്ഞു. നമ്മൾ ബ്രഹ്മചര്യം വേണം, സത്യസന്ധത വേണം, അഹിംസ വേണം. കാരണം അറ്റൻറ്റീവ് ആവണമെങ്കിൽ ഇതൊക്കെ വേണം. എല്ലാവരും ഉള്ളിലുള്ള പ്യൂറായിട്ടുള്ള മനോഭാവം വേണം എന്ന് മഹാത്മാഗാന്ധിജി മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇതിനൊക്കെ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ ഇതിന് പ്രാധാന്യം ഇല്ലാതായ ഇപ്പോഴത്തെ സ്ഥിതി കണ്ടില്ലേ? ആരും പറഞ്ഞാൽ കേൾക്കുന്നില്ല. കാരണം ഫോക്കസ് ഇല്ല. ഫോക്കസ് എപ്പോഴും ഉള്ളിലുള്ള നന്മയിലേക്കാണ്, സെൽഫ്ലെസ്നെസ്സിലേക്ക് ആയിരിക്കണം. അവിടെയാണ് നമ്മുടെ ഫോക്കസ് വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ പ്രവൃത്തിയിൽ ശ്രദ്ധിക്കൂ, നിസ്വാർത്ഥമായിട്ട് ശ്രദ്ധിക്കൂ. ഇതാണ് കർമ്മയോഗവും പറയുന്നത്. ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുമ്പോൾ തിങ്ക് ഓഫ് ദ പേഷ്യൻറ്റ്. അവരെവിടെ നിന്നൊക്കെയാണ് വരുന്നത്, അവരുടെ വിഷമത്തെക്കുറിച്ച് ചിന്തിക്കും, ബാക്കിയെല്ലാം മറക്കും. അപ്പോൾ അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സെൽഫ്ലെസ് ആയിട്ട് നിസ്വാർത്ഥമായിട്ടുള്ള നിമിഷങ്ങളുണ്ട്. ആ നിസ്വാർത്ഥമായിട്ട് നിമിഷങ്ങൾ കൂടി വരുമ്പോൾ നമ്മൾ നിസ്വാർത്ഥമായിക്കൊണ്ടിരിക്കും. പൂർണ്ണമായിട്ട് നിസ്വാർത്ഥതയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും അറ്റൻറ്റീവ്നെസ് എന്ന് പറയുമ്പോൾ അവിടെ സെൽഫ്ലെസ്നെസ് ആവശ്യമുണ്ട്.
നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ അറ്റൻറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള ആ പ്യൂരിറ്റിയെ ഞാൻ പൂർണ്ണമായിട്ടും ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മെഡിറ്റേഷൻ ആവശ്യമാണ്. മെഡിറ്റേഷൻ ഇല്ലാതെ കോൺസെൻട്രേഷൻ ഇസ് നോട്ട് പോസിബിൾ. അപ്പോൾ ധ്യാനം എന്ന് പറയും, സഹജമാർഗത്തിൽ ധ്യാനം, പ്രാണാഹുതി, അതായത് യഥാർത്ഥ ജ്ഞാനത്തിൽ കണക്റ്റഡ് ആയിട്ടുകൊണ്ട് ചെയ്യുന്ന മെഡിറ്റേഷൻ. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ കോൺസെൻട്രേഷൻ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ശരിക്കും കോൺസെൻട്രേറ്റഡ് ആവുകയാണ്, അല്ലെ കോൺസെൻട്രേഷൻ കൊണ്ടുവരില്ല, കോൺസെൻട്രേറ്റഡ് ആവുക. ആ കോൺസെൻട്രേറ്റഡ് ആയിട്ടൊരു ലേസർ ബീം പോലെ, ലേസർ അങ്ങനെയാണ്, എവിടെ വേണമെങ്കിൽ നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഉപയോഗിക്കാം, കൊഹിയറൻ്റ് ആയിട്ടൊരു ലൈറ്റാണ്. അതുപോലെ എൻ്റെ ഉള്ളിലുള്ള ആ പ്യൂരിറ്റി, ആ പൂർണ്ണതയെ, ആ സ്നേഹത്തെ എനിക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എന്നെ അറ്റൻറ്റീവ് ആക്കണം, ശ്രദ്ധാലുവാക്കണം. അതിനാണ് ഈ എഡ്യൂക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ അറ്റൻറ്റീവ്നെസ് കൊണ്ടുവരാനുള്ള പല മെത്തേഡ്സുമാണ് നമ്മൾ എഡ്യൂക്കേഷനിൽ ഉപയോഗിക്കുന്നത്. അവിടേക്കാണ് ഫോക്കസ് കൊണ്ടുവരേണ്ടത്, അവിടെയാണ് ഹാർട്ട്ഫുൾനെസ് വർക്ക് ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഡിസ്കഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു അടുത്ത സെഷനിൽ. തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.